ഹലോ. അപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെയും നല്ല മഴയായിരുന്നു. ഇപ്പം കുറച്ച് നിന്നിട്ടൊരു വെയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ കാണുന്നത് വേറൊന്നുമല്ല, നമ്മളെ സീമക്കൊന്നാന്ന് പറയും. സീമക്കൊന്നേൻ്റെ ഇല അത് അപ്പുറത്തെ പറമ്പിലുള്ളതാണ്. അപ്പോൾ ഇങ്ങോട്ട് നല്ലോണം ചാഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പം കൊത്തിക്കളയുന്നതിനും നല്ലത് നമുക്കിത് വളമായിട്ട് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ സീമക്കൊന്ന പറയുന്നത് നല്ല വളമുള്ള, എന്താ പറയുക, നല്ല അത്രയും ഗുണമുള്ളൊരു സംഭവമല്ലേ. നൈട്രജൻ കുറേ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടേ കുറച്ച് മഞ്ഞളെല്ലാം നട്ടിട്ടുണ്ട്. അപ്പം മഞ്ഞളിനെല്ലാം ഇട്ട് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ഈ ചാണകം ഉപയോഗിക്കുന്നതിൻ്റെ അതേ ഗുണം തന്നെയാണ് കേട്ടോ സീമക്കൊന്നേൻ്റെ. ഇപ്പം ഇതങ്ങനെ എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ പണ്ടൊക്കെ നമ്മുടെ ഈ അതിരിനെല്ലാം ഈ സീമക്കൊന്നയൊക്കെ അല്ലേ ഉണ്ടാവുക. അപ്പം മുമ്പേ എൻ്റെ ചെറുതിലെല്ലാം മഞ്ഞളിന് ഞാൻ ഈ സീമക്കൊന്ന ഇട്ടിട്ടാണ് കണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടാനുള്ളത് കൊണ്ട് ഞാൻ മഞ്ഞളിന് സീമക്കൊന്നേനെ കൂടുതലും വളമായിട്ട് ഉപയോഗിക്കൽ. പച്ചില വളത്തിൽ ഏറ്റവും കൂടുതൽ എന്താ ഗുണമുള്ളത് സീമക്കൊന്നയിലാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പുറത്തെ പറമ്പിലായാലും പിന്നെ അങ്ങനെ അവർക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ ഇതാക്കുമ്പോൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ എനിക്ക് എത്തുന്നിടത്ത് നിന്നൊന്ന് കട്ട് ചെയ്തെടുക്കും. ഇനി ആദ്യം ഇത് ഇങ്ങനെ വളരുമ്പം വീണ്ടും ഞാനത് കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചെടികളുടെ ഇടയിലോ അങ്ങനെ എന്തിനെങ്കിലും ആയിട്ട് മഴയ്ക്ക് മുന്നേ അവർ കുറച്ച് കൊത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം വീണ്ടും നല്ല ഉഷാറായിട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഞാൻ മഞ്ഞളിനെല്ലാം എല്ലാ കൊല്ലവും ഇവിടെ നിന്ന് ഇങ്ങനെ പറിച്ചിട്ട് തന്നെയാണ് ഇടുക. അത് കൊത്തും സീമക്കൊന്നാന്ന് വെച്ചാൽ എത്ര കൊത്തിയാലും പിന്നെയും പിന്നെയും അത് ഉഷാറായി വരുമല്ലോ. അപ്പം എന്താ ഓർക്കിഡിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ നീളത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. കുറേയായി ഓർക്കിഡിനെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട്. അപ്പോൾ ഇത് സാധാ മുന്നേ ഉള്ളൊരു ഓറഞ്ച് കളർ ഓർക്കിഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മഞ്ഞൾ. ഇത് മഞ്ഞൾ എന്ന് വെച്ചാൽ സാധാ നമ്മുടെ മഞ്ഞളല്ല. ഈ ഗ്രോ ബാഗിൽ ഒരു 10 ഗ്രോ ബാഗിൽ ഞാൻ നട്ടത് കസ്തൂരി മഞ്ഞളും കരിമഞ്ഞളുമാണ്. അപ്പോൾ ഈ കാണുന്നത് 5 കവറിൽ കരിമഞ്ഞളും 5 കവറിൽ കസ്തൂരി മഞ്ഞളുമാണ് നട്ടത്. അപ്പം അതിന് ഇട്ട് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ പ്രാവശ്യം ഫ്ലവർ ഷോക്ക് പോയപ്പോൾ ഒരു ചെറിയ കഷ്ണം ഒരു എത്ര 50 ഗ്രാം തന്നെ ഉണ്ടായിരുന്നോ അറിയില്ല. അതിന് ഒരു 100 രൂപക്ക് ഇത് വാങ്ങിച്ചതാണ് കസ്തൂരി മഞ്ഞൾ. അപ്പോൾ അത് നട്ടിട്ട് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൽ നല്ല വിളവ് കിട്ടി. ഒറ്റൊരു ഗ്രോ ബാഗിൽ നട്ടിട്ട് എനിക്ക് നല്ല വിളവ് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് പൊടിക്കുകയും ചെയ്തു. പിന്നെ ബാക്കി 5 കവറിലേക്കായിട്ട് വിത്തെടുത്ത് വെക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ നട്ടതാണ് കേട്ടോ ഇത്. പിന്നെ കരിമഞ്ഞൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. അതും ഇതൊക്കെ ഒരു ചെറിയ കഷ്ണം തന്നതാണ്. അപ്പോൾ അതും ഞാൻ സാധാരണ ഞാൻ നട്ട് 1 മാസം കഴിഞ്ഞാലും വളം ഇട്ട് കൊടുക്കാറുണ്ട്. 5 കവറിലാക്കി. ഇപ്രാവശ്യം നല്ല നിർത്താതെയായ മഴയായതുകൊണ്ട് എങ്ങനെ ഒരു ഇടവേള കിട്ടിയില്ല വളമിടാൻ വേണ്ടിയിട്ട്. പിന്നെ കിട്ടിയ സമയത്താണെങ്കിൽ എനിക്ക് എന്തൊക്കെയോ തിരക്കും കാരണം ഞാൻ 1-ാം മാസത്തിലെ വളം ഇട്ട് കൊടുത്തില്ല. അപ്പോൾ ഇത് നല്ലോണം പുല്ലെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കളകളെല്ലാം ഒന്ന് പറിച്ച് കളഞ്ഞ് ഈ ഉണങ്ങിയ ഇലകളും എല്ലാം കട്ട് ചെയ്തിട്ട് വേണം വളം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ സാധാരണ ഈ നട്ട് 1 മാസം കഴിഞ്ഞിട്ട് പിന്നെ ചാണകം അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് മണ്ണ് കൂട്ടി കൊടുക്കും. അങ്ങനെ ചെയ്യുക. പിന്നെ ഒരു 4-ാം മാസം ഒരു 4-ഓ 5-ഓ മാസം ആകുമ്പോൾ നമ്മുടെ സീമക്കൊന്നേൻ്റെ ഇലയിടും. എന്നിട്ട് വളമിട്ട് മണ്ണും മൂടിയിട്ട് അങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞൾ നല്ല വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കസ്തൂരി മഞ്ഞളായാലും കരിമഞ്ഞളായാലും പിന്നെ നോർമൽ നമ്മളെ മഞ്ഞളായാലും നല്ല വിളവായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ഞാൻ മഞ്ഞൾ നട്ടു. അപ്പം വലിയ ഒരു ഉഷാറില്ല. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ, മഞ്ഞൾ നട്ടത്. അപ്പോൾ ഇതിപ്പം മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണാണ്. ഞാൻ പറഞ്ഞില്ലേ കരിയിലയും പിന്നെ കുറച്ച് മണ്ണും ഇട്ടിട്ടാണ് ഞാൻ നട്ടത്. അപ്പോൾ ഇത് നല്ല മണ്ണിൽ നല്ല വൃത്തിയിൽ ഇളകി വരുന്നുണ്ട്. സാധാരണ മഞ്ഞളിന് 3 തവണയാണ് വളം ചേർക്കുക. നമ്മൾ ആദ്യം നടുമ്പം നന്നായി മണ്ണിളക്കി പിന്നെ കരിയില ഇടുക, ചാണകമൊക്കെ ഇട്ടിട്ട് വാരം എടുത്ത് അതിലാണ് മഞ്ഞൾ വിത്ത് നടുക. എന്നിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞ് നമുക്കിതേപോലെ കുറച്ച് എന്തെങ്കിലും ചാണകമോ ജൈവവളം എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് മണ്ണ് കയറ്റി കൊടുക്കുക.
പിന്നെ ഒരു 4 5 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ എന്തെങ്കിലും പച്ചില വളമോ പിന്നെ കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മറ്റേ ആട്ടിൻകാട്ടോ കോഴിവളം അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇടുക. അങ്ങനെ 3 തവണയാണ് വളമിടുക. അപ്പം ഞാനിപ്പം ആദ്യം നടുമ്പം നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ കരിയിലയും മണ്ണും ഇട്ടിട്ട് നട്ടു. ഇനിയിപ്പം 1-ാം മാസത്തിൽ ഇടാത്തത് കൊണ്ട് ഇപ്പം 4 5 മാസം ആവാനായി. അപ്പം അതും കൂടെ കണക്കിലെടുത്ത് ഇതിപ്പം നല്ല എല്ലാ ചുറ്റിലും ഞാൻ നമ്മുടെ ഇത് സീമക്കൊന്ന ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വളം ആയിട്ട് ചേർക്കുന്നത് നമ്മളെ കിച്ചൺ കമ്പോസ്റ്റാണ്. ഇത് കിച്ചൺ കമ്പോസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ എല്ലാ വേസ്റ്റും ഞാൻ റിങ് ഉണ്ട്, റിങ്ങിൽ കൊണ്ടിടുക ചെയ്യുക. അപ്പോൾ അത് ചിരട്ട എന്ന് വെച്ചാൽ തേങ്ങ മോശമായ തേങ്ങ ഉണ്ടാവില്ലേ, അതും ഞാൻ അതിൽ തന്നെ അങ്ങനെ ഇടും. അപ്പം അതതിൽ ചിരട്ടയൊന്നും ആവില്ലല്ലോ. അപ്പം വളമായിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ചിരട്ട മാറ്റി വെക്കും. അപ്പം അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റ് എല്ലാം വളമായിട്ടുണ്ടാവും. അപ്പം ഇതിൽ മുട്ടത്തോട് ഇതെല്ലാം ഇടലുണ്ട്. ഞാൻ എന്ന് വെച്ചാൽ നമ്മുടെ മീൻ മുറിച്ചതിൻ്റെ വേസ്റ്റ് ഇല്ലേ, അത് പച്ചക്കറി വേസ്റ്റ്, ഇനിയിപ്പം നമ്മൾ കറി വെച്ച് കൂട്ടാൻ ബാക്കിയായത് എല്ലാം അതിൽ തന്നെ കൊണ്ടിടും. അപ്പോൾ അതിൽ എൻ്റെ വേസ്റ്റിൽ പുഴു ഉണ്ടാവാറുണ്ട്. എന്നാലും കുറച്ചാകുമ്പോൾ ഞാൻ പിന്നെ ഒന്ന് നിരത്തിയിട്ടിട്ട് ഉണക്കും. ഉണക്കിയതിന് ശേഷം ഇതെനക്ക് എന്നാലും ഇങ്ങനെ നല്ല പൊടിഞ്ഞിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഞാനതിൽ വേറെ ഒന്നും ചേർക്കാറില്ല. മറ്റേ ചില ആളെന്തല്ലോ ഇനോക്കുലം അങ്ങനെയെല്ലാം ചേർക്കാറില്ലേ, ഞാനതൊന്നും ചേർക്കാറില്ല. വെറും വേസ്റ്റ് ഇങ്ങനെ അതിൽ കൊണ്ട് തട്ടും, നിറയുമ്പം അതവിടെ നിർത്തി പിന്നെ മറ്റേ ടാങ്കിലേക്ക് ഇടും. അപ്പം മറ്റേ ടാങ്ക് നിറയുമ്പോഴേക്കും 1-2 മാസം ആകുമ്പോഴേക്കും എൻ്റെ വളം ഇതുപോലെ നല്ല നല്ല പൊടിയായിട്ട് തന്നെ കിട്ടും എനിക്ക്. അപ്പം അങ്ങനെ ഞാൻ താഴെ 2 ഗ്രോ ബാഗ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പം ഗ്രോ ബാഗിന് അത്യാവശ്യം വലിയ ഗ്രോ ബാഗ് ആയതുകൊണ്ട് താഴെ വെച്ചിട്ടാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ അങ്ങനെ വളമിട്ട് കൊടുക്കുക ചെയ്തേട്ടാ. അപ്പം എല്ലാത്തിനും അങ്ങനെ സീമക്കൊന്ന ഇട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് മണ്ണും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ വളപ്രയോഗം. ഞാൻ എങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ എന്താ പറയുക, നമ്മുടെ ഈ അന്യം നിന്ന് പോകുന്ന കുറേ ഐറ്റംസ് ഇല്ലേ, ചെടികൾ, അതൊക്കെ എനിക്കിങ്ങനെ കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇപ്പോൾ നമ്മുടെ കരിമഞ്ഞളായാലും കസ്തൂരി മഞ്ഞളായാലും അതിൽ നമുക്ക് വീട്ടിൽ ഒരാവശ്യം തന്നെയാണ്. കരിമഞ്ഞൾ എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ വേണം, അത് നടണം എന്നുള്ളൊരാഗ്രഹം വന്നത് ഞാൻ എവിടെയോ ഇങ്ങനെ ഒരു പിന്നെ വീഡിയോസ് കണ്ടു. മൈഗ്രെയിന് കരിമഞ്ഞൾ നെറ്റിയിൽ പുരട്ടിയാൽ, അരച്ച് നെറ്റിയിൽ പുരട്ടിയാൽ മാറുന്നു. അപ്പം എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാനിതെല്ലാം കളക്ട് ചെയ്തത്. അപ്പം ഈ 4 ഇല എന്ന് പറയുന്നത് ഒന്ന് കസ്തൂരി മഞ്ഞൾ, ഒന്ന് കരിമഞ്ഞൾ, പിന്നെ ഒന്ന് സാധാ നോർമൽ മഞ്ഞൾ, പിന്നെ ഒന്ന് മാങ്ങയിഞ്ചി. അപ്പം ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് എല്ലാം ഇല ഒരുപോലെയാണ് കാണാൻ. പിന്നെ നോർമൽ മഞ്ഞളും മാങ്ങ ഇഞ്ചി എന്ന് പറയുന്നതും ഇല കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ മാങ്ങ ഇഞ്ചിയുടെ ടേസ്റ്റ് എല്ലാവർക്കും അറിയില്ല. ഒരു ഇഞ്ചി ആ ഒരു ഇതായതുകൊണ്ട് അത് രണ്ടും നമുക്ക് പിന്നെ വിളവെടുക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഞാനിത് മണപ്പിച്ച് നോക്കുന്നത് എല്ലാത്തിൻ്റെയും മണം എങ്ങനെയാണെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഈ മാങ്ങ ഇഞ്ചിക്ക് ഒരു വല്ലാത്തൊരു മണം ഉണ്ടായിരുന്നു. നോർമൽ മഞ്ഞളിനും ഭയങ്കര ഒരു രൂക്ഷമായ മണം ഉണ്ടായിരുന്നു. പിന്നെ ഇത് കസ്തൂരി മഞ്ഞളിന് അങ്ങനെ വലിയ മണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കരിമഞ്ഞളിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാം മണത്ത് നോക്കുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാവാത്ത പോലെ. അപ്പോൾ ഈ കാണുന്നിടത്താണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞൾ നട്ടത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ല വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇതാ മഞ്ഞൾ പിന്നെ നട്ടതിൻ്റെ വിത്ത് മുളച്ചിട്ട് 2 തൈ മുളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഞ്ഞളും മാങ്ങ ഇഞ്ചി. അപ്പം ഇത് മാങ്ങ ഇഞ്ചിയാണ് കേട്ടോ. അപ്പുറം ആദ്യം കാണിച്ച 2 മഞ്ഞളും ഇത് മാങ്ങ ഇഞ്ചിയും. പെട്ടെന്ന് കണ്ട ആർക്കും വില കണ്ടാൽ മനസ്സിലാവും. ഇപ്രാവശ്യം മാറ്റി നടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ നട്ടപ്പം വലിയ ഉഷാറൊന്നുമില്ല. പിന്നെ ഒച്ചുശല്യം നല്ലോണം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഇലയെല്ലാം ഒച്ച് തിന്നിട്ടാണോ എന്താണെന്നറിയില്ല. പിന്നെ മുളക്കുന്നതെല്ലാം ഇങ്ങനെ മുളച്ച് വരുമ്പോൾ അതിൻ്റെ തിരിയെല്ലാം ഒച്ച്. ഇനി ഇവിടെയെല്ലാം കളപറിച്ച് വൃത്തിയാക്കിയിട്ട് ഇവിടെ വളമിട്ട് കൊടുക്കണം. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഇനി കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ സീമക്കൊന്നയും കമ്പോസ്റ്റും തന്നെയാണ് ഞാൻ ഇവിടെയും വളമിട്ട് കൊടുക്കുന്നത്. അപ്പോൾ
എനിക്ക് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പൊടിച്ച മഞ്ഞളിൻ്റെ പൊടി തന്നെ ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഇനി എത്ര കിട്ടുമോയെന്നറിയില്ല. അപ്പോൾ എൻ്റെ മഞ്ഞളിന് വളമിടലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇടാത്തവർ പെട്ടെന്ന് തന്നെ പോയി ഇട്ടോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.